ബൈബിളിൽ ഏറ്റവും വലിയ സംഭവങ്ങളിലാണ് രക്തസ്രാവക്കാരിയായ മകളെ കർത്താവ് സുഖപ്പെടുന്ന സംഭവം. അത് വലിയൊരു വചനം. അവിടെ നമുക്കറിയാം, ഈശോ ജനത്തിരക്കിനിടയിലൂടെ പോകുമ്പോൾ അപ്പോഴാണ് രക്തസ്രാവം ബാധിച്ച ഒരു മകൾ വന്നിട്ട് കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ തൊടുന്നു. വചനം വായിച്ച് കേൾപ്പിക്കാം. ചെറുപ്പത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 26 വരെ. അവൻ അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ഭരണാധികാരി അവനെ സമീപിച്ച് താണു വണങ്ങിക്കൊണ്ട് പറഞ്ഞു, എൻ്റെ മകൾ അല്പം മുമ്പ് മരിച്ചുപോയി. നീ വന്ന് അവളുടെ മേൽ കൈവയ്ക്കുമെങ്കിൽ അവൾ ജീവിക്കും. യേശുവും ശിഷ്യന്മാരും അവനോടൊപ്പം പോയി. 12 വർഷമായ രക്തസ്രാവം നിമിത്തം കഷ്ടപ്പെട്ടിരുന്ന ഒരു സ്ത്രീയെ പിന്നിലൂടെ വന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ സ്പർശിച്ചു. അവൻ്റെ വസ്ത്രത്തിൽ ഒന്ന് സ്പർശിച്ചാൽ മാത്രം മതി, എനിക്ക് സൗഖ്യം കിട്ടും എന്നവൾ ഉള്ളിൽ വിശ്വസിച്ചിരുന്നു. അവർക്ക് ഒന്നേറ്റ് പറഞ്ഞ്, അവൻ്റെ വസ്ത്രത്തിൽ ഒന്ന് സ്പർശിച്ചാൽ മാത്രം മതി, എനിക്ക് സൗഖ്യം കിട്ടുമെന്ന് അവൾ ഉള്ളിൽ വിശ്വസിച്ചിരുന്നു. ഒന്ന് കൈയടിച്ച് കിടത്താമെന്ന് പറഞ്ഞേരെ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. യേശു വചനം കാണുക, യേശു തിരിഞ്ഞ് അവളെ നോക്കി അറിയിച്ചു, എൻ്റെ മകള് ധൈര്യമായിരിക്കും. അവിടെ കാണാൻ പറ്റുമേ. അപ്പോൾ ഇങ്ങനെ ഈശോ ഇവള് തൊട്ടു. ഉടനെ ഈശോ പെട്ടെന്ന് തിരിച്ചറിയുന്നുണ്ട്. ഈശോ ചുറ്റുമുള്ള ആളുകൾ ആരാണ് എന്നെ തൊട്ടത്? ഉടനെ പത്രോസ് മുന്നോട്ട് വന്നിട്ട് പറയുന്നുണ്ട്, കർത്താവേ, നീ, അതായത് ജനത്തിരക്കാണ്, എല്ലാവരും നിന്നെ സ്പർശിക്കുന്നുണ്ട്, നീയും എല്ലാവരും സ്പർശിക്കുന്നുണ്ട്. എന്താ ഇങ്ങനെ? അല്ല, ഈശോ പറഞ്ഞു, ആരോ എന്നെ തൊട്ടു, എന്നിൽ നിന്ന് ശക്തി ഒഴുകിയിരിക്കുന്നു. അതിൻ്റെ കാരണം വെച്ചാൽ അപ്പോൾ പെട്ടെന്ന് അപ്പോൾ എല്ലാവരും അത്ഭുതപ്പെടുക. അപ്പം എല്ലാവരും തൊടുന്നുണ്ട്, പക്ഷേ ശക്തി ഒഴുകുന്നില്ല. ഈശോയിൽ നിന്ന് ശക്തി ഒഴുകുന്നു. ഈശോയുടെ വസ്ത്രത്തിലുള്ള കൃപ ഒഴുകുന്നില്ല. ഈശോ എന്നുള്ള ദൈവകൃപ ഒഴുകുന്നില്ല. അപ്പം ആരോ ഒരാൾ തൊട്ടത് വിശ്വാസമുള്ള ഒരാളാണ് തൊടുന്നത്. അവിടെയാണ് ഈ രക്തസ്രാവക്കാരി ഉടനെ മുന്നോട്ട് താണു വണങ്ങി, ഈശോയെ, ഞാൻ നിന്റെ വസ്ത്രത്തിൽ തൊട്ടു. അപ്പോൾ ഈശോ കാര്യങ്ങൾ, അപ്പോൾ അവളുടെ ഉള്ളിൽ വിശ്വസിച്ചത്, അതെ, ഞാൻ കർത്താവിൻ്റെ വസ്ത്രത്തിൽ തൊട്ടാൽ മതി, കർത്താവ് അത്രയോ വലിയവനാ, ആ ദൈവമാ, സർവശക്തനാ. അപ്പോൾ അത് ഉള്ളിൽ നല്ല സംശയമില്ലാത്ത വിശ്വാസമുണ്ട്. സംശയമില്ലാത്ത വിശ്വാസത്തോടെ തൊട്ട് കഴിഞ്ഞപ്പോൾ ആ കർത്താവിൽ നിന്ന് ശക്തി അവളിലേക്ക് ഒഴുകുക. ആ സമയത്ത് അവളിലെ രോഗപീഠകൾ, ബന്ധനങ്ങൾ അഴിഞ്ഞു പോകുന്ന കാണാൻ പറ്റും. മർക്കോസ് സുവിശേഷത്തിൻ്റെ 9-ാമത്തെ അധ്യായത്തിൽ വലിയൊരു സംഭവമുണ്ട്. അതായത് ഈശോ താബോർ മലയിൽ പോയി പ്രാർത്ഥിച്ചിട്ട്, ഈശോയും ശിഷ്യന്മാരും പത്രോസ്, യാക്കോബ്, യോഹന്നാന് 3 പേര് ഒരുമിച്ച് ഈശോവരെ കൊണ്ടുപോയി പ്രാർത്ഥിച്ച് അവിടെ രൂപാന്തരീകരണം ഉണ്ടാകുന്നു. അതിനുശേഷം ഈശോ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ വലിയൊരു അത്ഭുതം സംഭവിക്കുന്നുണ്ട്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. വായിക്കാൻ പോവാണേ. മർക്കോസ് 9:14 മുതൽ. അവർ ശിഷ്യന്മാരുടെ അടുത്തെത്തിയപ്പോൾ വലിയൊരു ജനക്കൂട്ടം അവരുടെ ചുറ്റും കൂടിയിരിക്കുന്നതും ധീമജ്ഞർ അവരോട് തർക്കിച്ചുകൊണ്ടിരിക്കുന്നതും കണ്ടു. അവനെ കണ്ട ഉടനെ ജനക്കൂട്ടം മുഴുവൻ വിസ്മയഭരിതരായി ഓടിക്കൂടി അവനെ അഭിവാദനം ചെയ്തു. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് അവരുമായി തർക്കിക്കുന്നത്? ജനക്കൂട്ടത്തിൽ ഒരാൾ മറുപടി പറഞ്ഞു, ഗുരു, ഞാൻ എൻ്റെ മകനെ അങ്ങയുടെ അടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. മൂകനായ ഒരാത്മാവ് അവനെ ആവേശിച്ചിരിക്കുന്നു. അതെവിടെ വെച്ച് അവനെ പിടികൂടിയാലും അവനെ നിലംപതിപ്പിക്കുന്നു. അപ്പോൾ അവൻ പല്ല് കടിക്കുകയും നുരയും പതയും പുറപ്പെടുവിക്കുകയും മരവിച്ചു പോവുകയും ചെയ്യുന്നു. അതിനെ ബഹിഷ്കരിക്കാൻ അങ്ങയുടെ ശിഷ്യന്മാരോട് ഞാൻ അപേക്ഷിച്ചു, അവർക്ക് കഴിഞ്ഞില്ല. ഹല്ലേലൂയ. അപ്പോൾ ഈശോ അവരോട് പ്രതിഭജിച്ച ശിഷ്യന്മാർ, വിശ്വാസമില്ലാത്ത തലമുറയെ, എത്ര നാൾ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും, എത്ര നാൾ ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കും. ഹല്ലേലൂയ. അതായത് ശിഷ്യന്മാർക്ക് ആ ദുഷ്ടാരൂപിയെ ആ വ്യക്തിയിൽ നിന്ന് പുറത്താക്കാൻ പറ്റാത്തതിൻ്റെ കാരണം അവർക്ക് വിശ്വാസമില്ല, സംശയമാണ്. സംശയം നിറഞ്ഞ മനസ്സ്, സംശയമുള്ളൊരു വ്യക്തിക്ക് അനുഭവം ഉണ്ടാകില്ല. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. ഇവിടെ വിശ്വാസമില്ലായ്മ കൊണ്ടാണ് സംഭവിച്ചത്. അതുകൊണ്ട് വിശ്വാസമില്ലാത്ത തലമുറ, വിശ്വാസമില്ലായ്മ കൊണ്ട്. പ്രിയപ്പെട്ട മക്കള്, നമ്മുടെയൊക്കെ ബന്ധനങ്ങളും കെട്ടുകളും ഇത്രയും നാളുകൾ അഴിയാത്ത പല വ്യക്തികളും ദൈവവിശ്വാസത്തിൻ്റെ ഈശോ ഇന്നും ജീവിക്കുന്ന ദൈവ, അസത്യ ദൈവ, അവൻ ഏകരക്ഷകനാ, പാപമോചകനാ, സൗഖ്യദായകനാ, അവൻ അസാധ്യമായിട്ട് യാതൊന്നുമില്ല. ഇതെൻ്റെ ഉള്ളില് സംശയമില്ലാതെ ഉണ്ടാകണം. ഹല്ലേലൂയ. ബുദ്ധിക്ക് അതീതമായിട്ടുണ്ടാകണം, യുക്തിക്ക് അതീതമായിട്ടുണ്ടാകണം. അപ്പോഴാണ് അത്ഭുതങ്ങൾ സ്വന്തമാക്കാൻ പറ്റുക. ഹല്ലേലൂയ.
2 കൊരിന്ത്യർ 4:4 വചനമുണ്ട്. ബുദ്ധിയിൽ അന്ധകാരം, അതായത് ഈ ലോകത്തിന്റെ ദേവൻ അവിശ്വാസികളായവരുടെ മനസ്സിനെ, ബുദ്ധിയെ അന്ധമാക്കിയിരിക്കുന്ന തന്നിമിത്തം ദൈവത്തിന്റെ പ്രതിരൂപമായ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. ഏറ്റു പറഞ്ഞ് ഈ ലോകത്തിന്റെ ദേവൻ, ഉച്ചത്തിൽ പറഞ്ഞ് ഈ ലോകത്തിന്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ ബുദ്ധിയെ അന്ധമാക്കിയിരിക്കുന്നു. തന്നിമിത്തം, ഉച്ചത്തിൽ പറഞ്ഞ തന്നിമിത്തം ദൈവത്തിൻ്റെ പ്രതിരൂപമായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. ഒന്ന് കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞേരെ. എല്ലാം കെട്ടു അഴിയട്ടെ പോരാ, നന്നായിട്ട് അടിച്ച് ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. കുറേ നാളുകൾക്ക് മണക്കരയിൽ വലിയൊരു മിറക്കിളുണ്ട്, വലിയൊരു മിറക്കിൾ. ഒരു വെള്ളിയാഴ്ച ദിവസം ഞാനിങ്ങനെ ആളുകളെ കാണാനിരിക്കുകയാണ്. അപ്പോൾ 2 കുടുംബം അവിടെ വന്നു. അവർ വന്നത് അവിടുത്തെ വലിയ സീരിയസ് ആയ രോഗികളാണ്. 2 പേരും തളർവാദം പിടിപെട്ട് തളർന്ന് കിടക്കുന്നവരാണ്. ഏകദേശം ഒരു 10 വർഷമായിട്ട് കിടക്കുന്നവരാണ് 2 പേരും. ഒരാൾ അക്രൈസ്തവനായ ഒരു സഹോദരനാണ്, മറ്റേത് ക്രിസ്ത്യാനിയ സഹോദരനാണ്. അപ്പം അക്രൈസ്തവനായ സഹോദരനാണ് ആദ്യം വരും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ മക്കളെല്ലാം ഉണ്ട്. അപ്പോൾ അവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ കസേരയിൽ എടുത്തോണ്ടോ വരുന്നു, ഇങ്ങനെ ആൾ പലത്തിരി പെടുത്ത് ചുമന്നുകൊണ്ട് ഇങ്ങനെ എൻ്റെ മുറിലോട്ട് കെട്ടിയുള്ളൂ. അപ്പം മുറിലോട്ട് കയറി കഴിഞ്ഞപ്പം തന്നെ ഈ മകന് അത്ര സംസാരിക്കാൻ ഒന്നും പറ്റത്തില്ല, തീർത്തും വയ്യാത്ത വിഷയം, തീർത്തും ഇങ്ങനെ കിടക്കും. അപ്പോൾ യൂറിൻ ബാഗൊക്കെ ഉണ്ട്, അപ്പോൾ ഒന്നും തനിയെ ചെയ്യാൻ പറ്റത്തില്ലാത്ത വിഷയം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ വാവിട്ട് കരഞ്ഞുകൊണ്ട് എൻ്റെ മുന്നിൽ അച്ഛാ പ്രാർത്ഥിക്കാൻ കേൾക്കുമ്പോൾ തന്നെ അറിയാം നല്ല ഫെയ്ത്താണ്, സംശയമില്ലാത്ത വിശ്വാസം. ഈശോ ജീവനോടെ അവിടെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് സംശയമില്ലാത്തൊരു വിശ്വാസം. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് കണ്ടമാണ് ഞാൻ ഈ മനുഷ്യൻ്റെ തലയിലോട്ട് കൈവച്ചിട്ട് യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയും ഒറ്റ കറണ്ട് അടിക്കുന്ന ഒത്തിരി അനുഭവം. ഉടനെ ഈ മനുഷ്യന് കസേരയും തന്നെ ഉരുണ്ട് താഴോട്ടങ്ങ് വീണു. സർവ്വത്തെ പറഞ്ഞേ ഹല്ലേലൂയ. നിലത്ത് കിടന്നിങ്ങനെ പിടയ്ക്കുകയാണ്, നന്നായിട്ട് ഇങ്ങനെ ഇളകി മറിയുക, നിലത്ത് കിടന്നെങ്കിൽ ഇളകി മറിയുക. ഞാൻ നമ്മളൊക്കെ തെളിച്ചു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞില്ല. എൻ്റെ പ്രിയപ്പെട്ട മക്കൾ, നിങ്ങൾ വിശ്വസിക്കില്ലോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഈ മനുഷ്യൻ പരിപൂർണമായിട്ടും സൗഖ്യപ്പെട്ട് അങ്ങ് എഴുന്നേറ്റ്. അപ്പം ഈ സംഭവം നടക്കുമ്പോൾ എൻ്റെ മുറിയുടെ വാതിക്കൽ അടുത്തയാളെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. ശുശ്രൂഷയിൽ ഇങ്ങനെ കസേരയെ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പം ആള് ഇതേ രോഗം പിടിപെട്ടയാൾ, ഇതുപോലെ അതൊരു ക്രിസ്ത്യാനിയായ സഹോദരൻ. അപ്പോൾ ആൾ ഇതെല്ലാം കാണുന്നുണ്ട്, ആൾ പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആളിത് തളർന്നു കിടന്നു, യൂറിൻ ബാഗൊക്കെ ഉള്ള മനുഷ്യന്. അപ്പോൾ ഈ മനുഷ്യൻ സൗഖ്യപ്പെട്ടിരുന്നപ്പോൾ എല്ലാവരും നിലവിളി, ദൈവമേ ഇത്ര ദൈവം ജീവിക്കും, ദൈവം അനുഭവം. അപ്പം അതിനുശേഷം മറ്റ് 2ാമത്തെ ആൾ, അപ്പോൾ എനിക്ക് നല്ല വിശ്വാസം, ദൈവമേ ഈ 2ാമത്തെ ആളെയും കർത്താവെ നീ തുടരണമേ എന്നുള്ള ആഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ആൾ 2ാമത്തെ ആളെയും കൊണ്ടുവന്നു. അപ്പോൾ ഇയാളുടെ തലയിൽ ഞാൻ കൈവച്ചു. ഇതുപോലെ തന്നെ ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങി. സ്ഥലപ്പെടുത്തി പറഞ്ഞ ഹല്ലേലൂയ. 2, 3, 4 മിനിറ്റ് കഴിഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഒരനക്കവും കാണുന്നില്ല, ഒരു ചലനമില്ല, ഒന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ ആൾക്ക് സങ്കടമായി, എനിക്ക് സങ്കടമായി, എല്ലാവർക്കും സങ്കടമായി. അച്ഛൻ എന്താ? ഞാൻ ഒന്നും മിണ്ടിയില്ല. ഞാൻ പറഞ്ഞു ദൈവത്തിന് എന്തെങ്കിലും പദ്ധതി കാണും, പൊയ്ക്കോളം പറഞ്ഞിങ്ങനെ സ്നേഹിച്ച് ക്ഷമിച്ചു അങ്ങനെ പ്രാർത്ഥിച്ചങ്ങ് വിട്ടു. അപ്പോൾ അതിനുശേഷം ഞാൻ എൻ്റെ ഈശോയുടെ അടുക്കലായിരുന്നു. കർത്താവേ, എന്താ ഇതിന് കാരണം എന്താണ്? ഒരാളെ നീ 10 വർഷത്തിലധികം തളർന്നു കിടന്നൊരു മനുഷ്യനെ എൻ്റെ കൺമുമ്പിൽ വെച്ച് നീ എഴുന്നേൽപ്പിച്ച് വിടുന്നു ഞാൻ കണ്ടു. പക്ഷെ ഇതേ ഇവിടെ അപ്പം എന്നോട് വിശ്വാസക്കുറവ്, ദൈവത്തിലുള്ള വിശ്വാസത്തിന് കുറവ്, ബുദ്ധി കൊണ്ടളക്കുകയാണ്, എല്ലാത്തിനെയും ബുദ്ധി കൊണ്ടളക്കുക. ഈ തലമുറയുടെ അപകടം ദൈവത്തെ അനുഭവിക്കാത്തതിന് കാരണം ദൈവിക കാര്യങ്ങളെപ്പോലും യുക്തിയും ബുദ്ധിയും കൊണ്ട് അളക്കുക. അങ്ങനെ അളക്കുന്ന ഒരു വ്യക്തിക്ക് ഇത് അനുഭവിക്കാനാവില്ല. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ സാന്നിധ്യം ഇവിടെ ഓരോ ഹല്ലേലൂയ പറയുമ്പോൾ ഇവിടെ കടന്നു വരുന്നുണ്ടെന്ന് നീ ഓർത്തോളൂ. ഓരോ സ്തുതിപ്പ് ചെയ്യുമ്പോഴും കർത്താവിൻ്റെ സാന്നിധ്യം ഇവിടെ കാണും. പക്ഷെ അത് അനുഭവിക്കുന്നത് സംശയമില്ലാത്ത വിശ്വാസമുള്ള ജീവിതങ്ങളിലാണ് കർത്താവിൻ്റെ കൃപ ഒഴുകാൻ പോകുന്നത്. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞ് ഉച്ചത്തിൽ കരങ്ങളുയർത്തി കൈയടിച്ച് ഉച്ചത്തിൽ ഒറ്റ വിളി ഹല്ലേലൂയ. പറഞ്ഞ ഹല്ലേലൂയ. വിശ്വ ആരാധന പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വ ആരാധന.
ഒരിക്കൽ എനിക്ക് ഒരു ഇതുപോലെ തന്നെ ഒരു അപ്പനും മക്കളെല്ലാം ഒരു അമ്മയെ ഇങ്ങനെ എൻ്റെ അടുത്തേക്ക് തളർന്ന് കിടന്നൊരു അമ്മ ഒരു കസേരയിൽ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ വന്ന പാടെ ഞാൻ തലേക്ക് വെച്ച് ഈശോയുടെ നാമത്തെ കുറിച്ച് വെച്ചു. അപ്പോൾ ആൾ തീർത്ത അവസ്ഥയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ ഈശോ എനിക്ക് പെട്ടെന്നൊരു പ്രേരണ നൽകി, ഈ അമ്മയ്ക്കൊരു കുമ്പസാരം കൊടുക്കാൻ പറഞ്ഞു. കുമ്പസാരിപ്പിച്ചാൽ അമ്മ രക്ഷപ്പെടുന്നു, നന്നായിട്ട് കുമ്പസാരിപ്പിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന അച്ഛനോട് ഞാൻ പറഞ്ഞു, അച്ഛാ ഈ ആളെ ഒന്ന് കുമ്പസാരിപ്പിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ എടുത്തുകൊണ്ട് ശുശ്രൂഷകർ എല്ലാവരും കൂടി ഈ അമ്മയെ കസേരയിൽ എടുത്തുകൊണ്ട് കുമ്പസാരക്കൂടിനെ എടുത്തുകൊണ്ട് ഇരുത്തി. അപ്പോൾ ഇരുന്നു കൊണ്ട് തന്നെ അമ്മ കുമ്പസാരിക്കുക. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ വിശ്വസിക്കുമെന്ന് അറിഞ്ഞുകൂടാ, കർത്താവിൻ്റെ മഹത്വം കേൾക്കണമെങ്കിൽ കുമ്പസാരം കഴിഞ്ഞപ്പോൾ അമ്മ അറിഞ്ഞില്ല, അമ്മ തനിയെ അങ്ങ് എഴുന്നേറ്റ്. പ്രസലോഷ് അമ്മയുടെ കാലുകൾ ബലം പ്രാപിച്ച് പൂർണ്ണമായിട്ട് സൗഖ്യപ്പെട്ടു. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞ ഉച്ചത്തിൽ അവിടെ വിശ്വാസത്തോടെ നടത്തിയ, അനുതാപത്തോടെ നടത്തിയ ഒറ്റ കുമ്പസാരം നടക്കുമ്പോൾ അവിടെ കർത്താവിൻ്റെ കൃപയോടുകയാ. കൃപയോടുകണമെങ്കിൽ വിശ്വാസം വേണം. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. യോഹന്നാൻ 20:28 തോമാസ് ലീഗ കർത്താവിൻ്റെ തിരുവിലാവിൽ കൈവച്ചിട്ട് പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ഈശോ എന്താ പറഞ്ഞത്? നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു. അടുത്തെന്താണ് വചനം പറഞ്ഞ്? കാണാതെ വിശ്വസിക്കണം. വിശ്വസിക്കുന്നവൻ ഭാഗ്യവാൻ. വിശ്വസിക്കുന്നവർക്കാണ് ഈ ഭാഗ്യങ്ങൾ അനുഭവിക്കാൻ പറ്റുക, ബന്ധനം കഴിഞ്ഞു പോകുന്ന പറ്റുക. ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ഈ നാൾ വലിയൊരു മറക്കൾ ഞാൻ സാക്ഷ്യം വെച്ചുകൊണ്ട് കർത്താവിന് ഒത്തിരി നന്ദി. കേരളത്തിലൊരു വലിയ റിച്ചസ്റ്റ് ആയിട്ടൊരു മനുഷ്യൻ, ഒരു വലിയ സമ്പന്ന മനുഷ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 6,000-7,000 കോടി രൂപ അത് കൂടുതലുണ്ടെന്ന് കോടിയെങ്കിലും ഒരു വർഷം വരുമാനമുള്ള മനുഷ്യൻ. പക്ഷേ നമുക്ക് ആ മനുഷ്യൻ വലിയൊരു വേദനയില്ല. അദ്ദേഹത്തിൻ്റെ മകൾക്ക് 2 കുഞ്ഞുങ്ങളുണ്ടായി. 2 കുഞ്ഞുങ്ങൾക്കും ഈ ഓട്ടിസം ഹൈപ്പർ എന്ന് പറയുന്നൊരു ഇന്നത്തെ കുഞ്ഞുങ്ങളിലൊക്കെ കാണുന്നൊരു വലിയ വേദന നമുക്ക് തോന്നുന്ന ഒരു പ്രത്യേകതരം സ്വഭാവം അല്ലെങ്കിൽ ആ ഒരു രോഗം. അപ്പോൾ ഇത് ഈ കുഞ്ഞുങ്ങൾ വേറെ ലോകത്ത്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഇവർ ക്രൈസ്തവ സഹോദരങ്ങളോട്ടോ ഒരു പ്രത്യേക മേഖലയിൽ കഴിയുന്ന ആൾക്കാർ. അപ്പോൾ അവരിങ്ങനെ അച്ഛനൊന്ന് കാണണമെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ചില സ്നേഹിതർ നിർബന്ധിച്ച് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ദിവസം കൊണ്ടുവന്നേ. അപ്പോൾ എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ വേറെ ചെയ്തില്ല, ഞാൻ ഈശോയെ പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നവർക്കൊന്നും മനസ്സിലാകുന്നില്ല, കാരണം വെച്ചാൽ നമ്മൾ അവർക്കിങ്ങനെ അപ്പോൾ ആ വന്നപ്പോൾ ഈ കുഞ്ഞിൻ്റെ അമ്മയുടെ പെൺ അപ്പം പറയണേ, പിതാവ് പറയാ, അച്ഛാ എനിക്ക് ഈശോയിൽ നല്ല വിശ്വാസം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അച്ഛൻ പ്രാർത്ഥിച്ച സൗഖ്യപ്പെടുക നല്ല. ആ മനുഷ്യന് ഇത്രയും ബുദ്ധി അറിവുണ്ടെങ്കിലും ഞാനൊരു കാര്യം ശ്രദ്ധിച്ചേ, സംശയമില്ലാത്തൊരു വിശ്വാസി മനുഷ്യനുണ്ട്. ഒരുപാട് ലൗകികനായ മനുഷ്യനാണ്, പക്ഷേ ദൈവവിശ്വാസത്തിൻ്റെ എന്തൊരു സംഭവം ഞാൻ മനുഷ്യനെ കണ്ടേ. അപ്പോൾ ഈ മനുഷ്യൻ്റെ 2 കുഞ്ഞുങ്ങൾ ഞാൻ കുരിശ് വരച്ച് ഞാൻ പ്രാർത്ഥിച്ചു വിട്ടു. ഏകദേശം 1 മാസം കഴിയുമ്പം വീണ്ടും ഇവർ കുഞ്ഞിനെയും കൊണ്ട് ഒരുക്കി കൂടെ വന്നു. പിന്നെ ഞാൻ കാണുന്നത് കഴിഞ്ഞ 1 മാസം മുമ്പാണ് കൊണ്ടുവരുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, മൂത്തുകുട്ടി എൻ്റെ നേരെ നോക്കി ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞേ. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ദൈവത്തെ അനുഭവിക്കാൻ വേണ്ടത് സംശയമില്ലാത്ത വിശ്വാസം. ഇത് വചനത്തെ സംശയം, സഭയെ സംശയം, പരിശുദ്ധ ബലിയെ സംശയം, പരിശുദ്ധ കുർബാന പൂജയ്ക്ക് സംശയം, വിശുദ്ധരെ സംശയം, കൂദാശകളെ സംശയം. അത് വന്നു കഴിഞ്ഞാൽ കൃപ കിട്ടില്ല. കൃപയ്ക്ക് കാണാൻ പറ്റും, അനുഭവിക്കാൻ പറ്റില്ല. എല്ലാം കാണാം, അത്ഭുതം. ചിലപ്പോൾ എൻ്റെ കൂടെ ശുശ്രൂഷകരോടൊക്കെ പറയും, എല്ലാം നിങ്ങൾ കാണും, പക്ഷേ ഒന്നും അനുഭവിക്കില്ല. എല്ലാം കേൾക്കും, പക്ഷേ സ്വന്തമാക്കാൻ പറ്റില്ല. തൊട്ടടുത്തിരുന്നാലും അനുഭവിക്കാൻ പറ്റില്ല. കൈയടിച്ച് തന്നെ പറഞ്ഞേ പോരെ. ശരിക്കും യൂദാസിന് കൃപ നഷ്ടപ്പെട്ടു പോകുന്നതിൻ്റെ കാരണം അവൻ ഈശോയുടെ കൂടെ നടക്കുമ്പോഴും അവന് ഫെയ്ത്ത് ഇല്ല. അവന് വിശ്വാസക്കുറവുണ്ട്. വിശ്വാസക്കുറവുള്ളത് കൊണ്ടാണ് ആ കൃപ അവന് ഈശോന്ന് അഭിഷേകം അനുഗ്രഹങ്ങൾ അവനിലേക്ക് പകരാതെ നിൽക്കുന്നത്, പകരാത്തതിൻ്റെ കാരണം. ഈ ദിവസങ്ങൾ ഇവിടെ ദൈവമക്കളെ, നിങ്ങളിലേക്ക് കൃപ പകരണമെങ്കിൽ നിങ്ങൾക്ക് കർത്താവായ യേശുവിൽ സംശയമില്ലാത്തൊരു വിശ്വാസം ഉണ്ടായിരിക്കണം. നമ്മുടെ യേശു കർത്താവാണെന്ന് നീ ഏറ്റുപറയണം. നമ്മുടെ കർത്താവ്, നമ്മുടെ ഈശോ ആരാണ്? നമ്മുടെ യേശു ആരാണ്? കർത്താവാണ്. നമ്മുടെ യേശു ആരാണ്? പറഞ്ഞേ. 2 കരം എടുത്ത് എൻ്റെ കർത്താവ് എൻ്റെ ദൈവമെന്ന് പറഞ്ഞേ. ഹൃദയം തുറന്ന് പറഞ്ഞേ. വീണ്ടും പറഞ്ഞേ ഹല്ലേലൂയ. അത് കൈയടിച്ച് കർത്താവ് നന്ദി പറയട്ടെ. ബന്ധനാടിയിട്ട് അടിയട്ടെ. മത്തായിയുടെ സുവിശേഷം
16-ാം അധ്യായത്തിൽ, മത്തായിയുടെ സുവിശേഷം 16-ാമത്തെ അധ്യായത്തിൽ 13 മുതൽ 20 വരെയുള്ള വചനം. യേശു കൈസറിയ ഫിലിപ്പി പ്രദേശത്ത് എത്തിയപ്പോൾ ശിഷ്യന്മാരോട് ചോദിച്ചു, മനുഷ്യപുത്രൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, ചിലർ സ്നാപക യോഹന്നാൻ എന്നും, മറ്റു ചിലർ ഏലിയ എന്നും, വേറെ ചിലർ ജെറമിയ അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ ഒരുവനെന്നും പറയുന്നു. അതുകൊണ്ട് ജനം പലത് പറയുന്നു. യേശുവിനെ കുറിച്ച് പലത് പറയുന്നു. പ്രവാചകൻ എന്ന് പറയുന്നു, ഏലിയ എന്ന് പറയുന്നു, ജെറമിയ എന്ന് പറയുന്നു, പലതും പറയുന്നു. ജനങ്ങൾ പിറുപിറുക്കുക, പബ്ലിക്. ഒരു വാക്കിൻ്റെ അർത്ഥം അറിയോ? പൊതുജനം പറയുന്നതല്ല നീ കേൾക്കേണ്ടത്. യേശുവിനെ കുറിച്ച് നാട്ടിലുള്ള ഒരുപാട് ആൾക്കാർ പറയുന്നതല്ല കേൾക്കേണ്ടത്. സഭയെ കുറിച്ച് ലോകം പറയുന്നതല്ല കേൾക്കേണ്ടത്. പലതും പറയും, അത് കേൾക്കരുത്, അത് ശരിയല്ലത്. ബുദ്ധിമാന്മാര് പറയും, പ്രൊഫസേഴ്സ് പറയും, അതല്ലത് കേൾക്കേണ്ടത്. ഇവിടെ പത്രോസ് സഭയുടെ പ്രതിനിധിയാണ്. പത്രോസ് എന്ത് പറയും? പത്രോസ് യേശു ആരാണെന്ന് നമ്മെ പഠിപ്പിക്കുന്നു. പത്രോസ് ആര്? ഈശോ ആരാണെന്നാണ് പഠിപ്പിക്കുന്നത്. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ ഈശോ അവരോട് ചോദിച്ചു, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? ജനം പലത് പറയുന്നുണ്ട്, പലതും പറയും, പക്ഷെ നിങ്ങൾ എന്ത് പറയുന്നു? അപ്പോൾ അവർ പറഞ്ഞു, പത്രോസ് പറയുന്നുണ്ട്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. സ്വരമോടത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. അതാണ് യഥാർത്ഥമായ സത്യം. അതാണ് ആ ഒരു സത്യം വിളിച്ചു പറയാണ് പത്രോസ്. സത്യം വിളിച്ചു. യേശു ദൈവപുത്രനാണ്. ദൈവം പരിശുദ്ധ ത്രിത്വം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ദൈവം. അതിലെ പുത്രൻ തമ്പുരാൻ പിതാവായ ദൈവത്തിൻ്റെ ആദ്യജാത ഏകജാതനായ യേശു മിശിഹ ദൈവപുത്രനാണ്, സത്യ ദൈവമാണ്, ലോകരക്ഷകനാണ്, പാപപരിഹാര ബലിയായി തീർന്നവനാണ്, എന്നെ വീണ്ടെടുക്കുന്ന കരുണയാണ്. ഇതാണ് തിരിച്ചറിയേണ്ടത്. സ്വരമോടത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. ഉടനെ ഈശോ പത്രോസിനോട് പറയുന്നുണ്ട്, യോനായുടെ പുത്രനായ ശിമയോനെ, മാംസരക്തങ്ങളല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. അതായത് ബുദ്ധി കൊണ്ടല്ലത് നേടിയത്, ബുദ്ധി കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റിയാലിത്. ബുദ്ധിയും യുക്തിയും ലോകത്തിലെ ശാസ്ത്രങ്ങളും ചില മതഗ്രന്ഥങ്ങളൊന്നും വായിച്ചാലൊന്നും യഥാർത്ഥ ക്രിസ്തുവിനെ കാണിയല, യഥാർത്ഥ ദൈവത്തെ കണ്ടുമുട്ടാൻ പറ്റാത്തതിന്റെ കാരണം അത് ഇവിടെ മാംസരക്തങ്ങളല്ല. മാംസരക്തം കൊണ്ട് ഇത് കണ്ടുപിടിക്കാനാവില്ല എന്നതാണ് അതിൻ്റെ അർത്ഥം. ബുദ്ധിയും ഒരുപാട് കഴിവുകളും പഠനങ്ങളും ഓരോ സയൻസുകളും അതും പഠിച്ചു അങ്ങനെ ഒന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് വെളിപ്പെടുത്തിയത് കൊണ്ട്, പിതാവായ ദൈവത്തിൻ്റെ വെളിപാട്, ആ വെളിപാട് നിനക്ക് കിട്ടിയിട്ടുണ്ട്. നിനക്ക് പരിശുദ്ധാത്മാവ് നിറഞ്ഞു. അതാണ് ഒരാൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞു എന്നതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്നറിയാവോ? ആ വ്യക്തി യേശു ദൈവപുത്രനാണെന്ന് എവിടെയും ഏറ്റു പറയുന്നൊരു വ്യക്തി ആയിരിക്കും. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ഈ കൂട്ടായി പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തികൾ ആരാ ചോദിച്ചാല് യേശു ദൈവപുത്രനാണെന്ന് സംശയമില്ലാതെ ഹൃദയം കൊണ്ട് ഏറ്റുപറയുന്ന പത്രോസ് തന്നെ പഠിച്ചിട്ട് ലോകത്തിൻ്റെതായ യാതൊന്നും പഠിച്ചിട്ടില്ല. സാധാരണക്കാരൻ മനുഷ്യൻ, മത്സ്യബന്ധനത്തിൽ കഴിഞ്ഞ മനുഷ്യനാണ്. അപ്പൊ സാധാരണ മനുഷ്യനാ. പക്ഷെ ആ മനുഷ്യൻ ഏറ്റുപറയുക, യേശു ദൈവപുത്രനാണ്, നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് ഏറ്റുപറയാണ്. ആ ഏറ്റുപറയാനുള്ള കാരണം അവൻ വെളിപാട് കിട്ടി, അവൻ സംശയമില്ലാതെ ആ ഒരു വിശ്വാസം കിട്ടണം. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ലോകം പലത് പറഞ്ഞു. ലോകം ചിലത് പറഞ്ഞു അവൻ ഏലിയായാണ്, ശ്രാപകനാണ്, ജെറമിയാണ്, പ്രവാചകന്മാരിൽ ഒരുവനാണ്, അനേക ദൈവങ്ങളിൽ ഒരാളാണ്. ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട്. അവരൊന്നും പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ടില്ല. പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തി പറയും, യേശു സത്യദൈവമാ, ഏകരക്ഷകനാ, അവൻ ദൈവപുത്രനാണ്. അത് ഏറ്റുപറയുന്ന ഒരു വ്യക്തി, അതാണ് വിശ്വാസം. ആ ഒരു ഫെയ്ത്ത് കിട്ടിക്കഴിഞ്ഞാൽ അതോടെ അവൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളുടെ കലവറ തുറക്കപ്പെടുക, അനുഗ്രഹങ്ങൾ തുറക്കപ്പെടുക. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞേ. പോര 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 ഒറ്റവിളി ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ,
മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 4, 5, 6 യേശു പറഞ്ഞു, നിങ്ങൾ കേൾക്കുന്നതും കാണുന്നതും പോയി യോഹന്നാനെ അറിയിക്കുക. അന്ധന്മാർ കാഴ്ച പ്രാപിക്കുന്നു, മുടന്തന്മാർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരാക്കപ്പെടുന്നു, ബധിരർ കേൾക്കുന്നു, മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു, ദരിദ്രർ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. എന്നെ ഇടർച്ച തോന്നാത്തവൻ ഭാഗ്യവാൻ. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ജെറുസലേമിലായിരുന്നപ്പോൾ ഒരുപാട് അത്ഭുതങ്ങൾ നടന്നേ. ഞാൻ ആളുകൾക്ക് വേണമെങ്കിൽ പ്രാർത്ഥിക്കുകയായിരുന്നേ. ഭയങ്കര ഹീലിങ്ങും ഡെലിവറൻസ് ഉണ്ടാകും. ഒരു സംഭവിച്ചു കഴിഞ്ഞാൽ ശരിക്കും പേടിച്ചു. അപ്പോൾ ഞാൻ ആളുകളെല്ലാം പെട്ടെന്ന് ശരിക്കും ഈ ഒരു വ്യക്തിയിൽ നിന്നുള്ള പൈശാശക്തി വിട്ടുപോയിട്ട് ആൾ സൗഖ്യപ്പെട്ടിങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടിങ്ങനെ നിൽക്കുക. പ്രസലോഷ് അത് എനിക്ക് ഈ നാളുകളുണ്ടായ ഏറ്റവും വലിയൊരു മിറക്കിളായിരുന്നു. ഞാൻ നേരെ ഈശോയുടെ മഹത്വം ശരിക്കും ഞാൻ കണ്ടു. ആ വ്യക്തിയിലെ പൈശാചിക ശക്തികൾ അല്ലെങ്കിൽ രോഗം വെളിപ്പെട്ടിട്ട് അത് വിട്ടുപോയി. ആൾ ഒരുപാട് തകർച്ചയിലും വേദനയിലും രോഗത്തിലും ഒരുപാട് കുടുംബം തകർന്ന കുടുംബം ഒറ്റ നിമിഷം കൊണ്ട് ആ കുടുംബം രക്ഷപ്പെട്ടു. പ്രസലോഷ് സർവ്വത്തെ പറ ഹല്ലേലൂയാ. ഇതെല്ലാം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഞാനിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അവിടുത്തെ അച്ഛനോട് ചെയ്യും, ഡൊമിനിക് അച്ഛാ, ഇതെന്താ ഇങ്ങനെ സംഭവിക്കുന്നു, ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താ? പ്രസലോഷ് ഇതെന്തിൻ്റെ അർത്ഥം എന്താ? അപ്പം ഞാൻ പറഞ്ഞ അച്ഛാ വെറുതെ അല്ല അച്ഛാ, ഇത് വിശ്വാസത്തിൻ്റെ ഫലമാണ്. പ്രസലോഷ് അതായത് മർക്കോസ് സുവിശേഷം 16-ാം അധ്യായം 15 മുതൽ 20 വരെയുള്ള വചനം, നിങ്ങൾ ലോകമെങ്ങും പോയി സമസ്ത സൃഷ്ടികളോട് സുവിശേഷം പ്രസംഗിക്കുവാൻ. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. വിശ്വസിക്കുന്നവരോട് കൊണ്ട് വിശ്വസിക്കുന്നവൻ രക്ഷിക്കപ്പെടുന്നു, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടുന്നു. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. വിശ്വസിക്കുന്നവരോട് കൂടെ ഉണ്ടോ? വിശ്വസിക്കുന്നവരോട് കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. ഏതടയാളങ്ങൾ? അടയാളങ്ങളുണ്ട്. വിശ്വസിക്കുന്നവരോട് കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. ഏതൊക്കെ അടയാളങ്ങൾ? അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും, അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കും, മാരകമായത് കുടിച്ചാൽ അതൊരു ഉപദ്രവിക്കില്ല, രോഗികളുടെ മേൽ കൈകൾ വെക്കും, അവർ സുഖം പ്രാപിക്കും. അവിടെ പറയുന്നത് വിശ്വസിക്കുന്നവരോട് കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. സർവ്വത്തെ പറഞ്ഞേ ഹല്ലേലൂയാ. പരിശുദ്ധാത്മാവിന്റെ അടയാളങ്ങൾ, കൃപാവരങ്ങള് നിന്നിലൂടെ ഒഴുകപ്പെടണമെങ്കിൽ നീ യേശുവേ സംശയം കൂടാതെ വിശ്വസിക്കണം. ആരാധ്യൻ ഈശോ, യേശു ആരാധിക്കുന്ന ഈശോയെ, മാലാഖമാരുടെ വിശുദ്ധരോട് ചേർന്ന് പുണ്യവാന്മാരോട് ചേർന്ന് ദൈവജനത്തോട് നിൻമുഖമെൻ ഹൃദയത്തിലാ മാധുര്യമാ നിൻമൊഴികൾ തണുപ്പിക്കുന്നൻ ഹൃദയം. മാധുര്യമാ നിൻമൊഴികൾ തണുപ്പിക്കുന്നൻ ഹൃദയം. ഈശോയേ ആരാധ്യൻ യേശുവരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സിലും നിൻമുഖമൻ ഹൃദയത്തിൽ. ഒറ്റ വിളിശോയെ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. കർത്താവേ, അങ്ങയുടെ തിരുമുമ്പിൽ വസിക്കുന്നു, പാപിനിയെ പോലെ. ആരാധ്യൻ യേശു പരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. എല്ലാ കെട്ടുകളും ബന്ധനങ്ങളും ഇപ്പൊ തന്നെ അടിയട്ടെ, യേശുനാമത്തിൽ കൽപ്പിക്കുന്നു. ഹൃദയത്തെ എല്ലാ കെട്ടുകളും അടിയട്ടെ. ഒറ്റ വിളിശോയെ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ദേശത്തിന്റെ മേൽ, കുടുംബങ്ങളുടെ മേൽ, ഓരോ മക്കളുടെ മേലുള്ള അന്ധകാരം മാറട്ടെ, പ്രകാശമുണ്ടാകട്ടെ. അഭിഷേകത്തോടെ സ്തുതിക്കുന്നു.